ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ വിഷ്ണു ഓമനക്കുട്ടൻ .4ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഡിയോ BS4ന്റെ എയർ ഫിൽറ്റർ മാറുന്നത് എങ്ങനെയാണെന്നാണ് കാണിച്ചു തരുന്നത്. ഈ എയർ ഫിൽറ്ററിന് ഏകദേശം ഒരു 190 രൂപ ആയിട്ടുണ്ട്. നമുക്ക് എയർ ഫിൽറ്റർ മാറുന്ന ഈ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, എയർ ഫിൽറ്റർ മാറുന്നതിന് വേണ്ടി ഇതാണ് എയർ ഫിൽറ്റർ ബോക്സ്. ഇതാണ് സ്റ്റാറിന്റെ സ്ക്രൂ ആണ് വരുന്നത്. 5-6 സ്റ്റാറിന്റെ സ്ക്രൂ വരുന്നുണ്ട്. ഈ സ്ക്രൂ എല്ലാം നമ്മൾ ഒരു സ്കൂട്ടർ ഉപയോഗിച്ച് അടിച്ചെടുക്കാനാണ് പോകുന്നത്. ഈ ഒരു ഹോൾ കണ്ടോ, ഈ ഒരു ഹോളിനകത്തുകൂടിയും ഒരു സ്റ്റാറിന്റെ സ്ക്രൂ വരുന്നുണ്ട്. അതും നമ്മൾ അടിച്ചു മാറ്റേണ്ടതായിട്ട് ഉണ്ട്. നമ്മൾ സ്റ്റാറിന്റെ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ എല്ലാ സ്ക്രൂവും അഴിച്ചു മാറ്റാം. നമ്മുടെ വണ്ടികളുടെ പ്രധാന ഒരു ഘടകമാണ് ഈ എയർ ഫിൽറ്റർ എന്ന് പറയുന്നത്. അത് നമ്മുടെ വണ്ടിയുടെ മൈലേജിനെയും പുള്ളിങ്ങിനെയും എല്ലാം ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് എയർ ഫിൽറ്റർ. അതുകൊണ്ട് നമ്മൾ ഒരു 10,000 അല്ലെങ്കിൽ മാക്സിമം ഒരു 15,000 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്കും എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യണം. തുച്ഛമായ വില വരുന്നുള്ളൂ. ഏകദേശം ഒരു 200 രൂപയ്ക്കകത്തെ എല്ലാ വണ്ടികളുടെ എയർ ഫിൽറ്ററിനകത്ത് വരും. അപ്പോൾ എയർ ഫിൽറ്റർ നമ്മൾ എപ്പോഴും റീപ്ലേസ് ചെയ്യേണ്ട ഒരു ഘടകം തന്നെയാണ്. അത് നമ്മുടെ വണ്ടിയുടെ മൈലേജിനെ ആയാലും പുള്ളിങ്ങിനെ ആയാലും എല്ലാം ബാധിക്കും. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ കറക്റ്റ് ആ ഒരു എയർ ചെന്ന് ഫ്യൂവൽ മിക്സ് ആയിട്ട് എഞ്ചിനകത്ത് കറക്റ്റായിട്ട് ആ ഒരു കത്തൽ നടന്നില്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ മൈലേജിനെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൊത്തം ഫ്യൂവലും കത്തി മാറത്തില്ല. കറക്റ്റ് റേഷ്യോ അല്ലെങ്കിൽ അത് മൊത്തം കത്തി മാറത്തില്ല. അപ്പം വണ്ടിക്ക് മിസ് ഫയറിങ് ഉണ്ടാവും, മിസ്സിങ് നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും എയർ ഫിൽറ്റർ മാറിയില്ലെങ്കിൽ. ഒരു 15,000 കിലോമീറ്റർ വരുമ്പോഴത്തേക്കും എയർ ഫിൽറ്റർ മാക്സിമം മാറാൻ തന്നെ ശ്രമിക്കുക. അങ്ങനെ ഡിയോയുടെ ഈ എയർ ഫിൽറ്റർ ബോക്സിൻ്റെ ഈ സൈഡിലെ ബോൾട്ടുകളെല്ലാം നമ്മൾ ഊരി മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഹോളിലെ ആ ഒരു സ്ക്രൂ കൂടി ഊരാനുണ്ട്. ആ ഒരു സ്ക്രൂവും കൂടി നമ്മൾ ഊരിയെടുക്കുകയാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന സ്ക്രൂ അത് നമ്മുടെ കാർബറേറ്റർ ട്യൂൺ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്ക്രൂ ആണ്. അത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പം ഈ ബോൾട്ടുകളെല്ലാം ഊരി മാറ്റി. ഇതാണ് നമ്മുടെ വണ്ടിക്കകത്ത് ബോൾട്ട്. ആ ഒരു ബോൾട്ട് അതിനകത്ത് തന്നെ വെച്ചേക്കുകയാണ്. അത് നമ്മൾ കയറ്റിയിട്ട് മുറുക്കുന്നതിന് എളുപ്പത്തിൽ തന്നെയാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ എയർ ഫിൽറ്റർ ബോക്സിൻ്റെ കവർ ഒരു ശകലം മുകളിലോട്ട് പിടിക്കുക. പിടിച്ചതിന് ശേഷം നമ്മൾ പതുക്കെ ഈ ഒരു ഭാഗത്ത് ലോക്ക് വരുന്നുണ്ട്, ചെറുതായിട്ട് സ്റ്റക്കായി നിൽക്കുക. അപ്പോൾ നമ്മൾ ഒന്ന് അനക്കി ഇങ്ങ് പുറത്തോട്ട് എടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് ബലം പ്രയോഗിക്കേണ്ടതായിട്ടിരിക്കുന്നു. നമ്മൾ ചെറുതായിട്ടൊന്ന് അനക്കി ഇറക്കുമ്പോഴത്തേക്കും ആ കവറിങ് ഊരിപ്പോരും. ആദ്യം നമ്മൾ എയർ ഫിൽറ്ററിങ് ഊരിപ്പോയി. അതിനുശേഷം നമ്മൾ കവർ പതുക്കെ ഊരിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ കവറ് നമ്മൾ ഒരു സൈഡിലേക്ക് ഊരി മാറ്റി. ഇത് നമ്മൾ മൊത്തം പുറത്തോട്ട് കൊണ്ടുവരണം. ആ കവറ് അകത്ത് മൊത്തം പൊടി പിടിച്ചിരിക്കുകയാണ്. എയർ ഫിൽറ്ററിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. നന്നായിട്ട് തന്നെ പൊടി പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു എയർ ഫിൽറ്റർ മാറാം. അകത്ത് പിടിച്ചിരിക്കുന്ന പൊടിയല്ല, നമ്മൾ ഒരു കോട്ടൺ വേസ്റ്റ് ഉപയോഗിച്ച് അത് മൊത്തം വൃത്തിയാക്കുക. ആ ഒരു ഹോളും എയർ പിടിക്കുന്ന ഹോളാണ് അകത്തോട്ട്. അതെല്ലാം നമ്മൾ വൃത്തിയായിട്ട് തന്നെ തുടച്ച് മാറ്റുക. അതിനുശേഷം നമ്മൾ എയർ ഫിൽറ്റർ ബോക്സിൻ്റെ കവറും അകത്ത് നല്ലോണം വൃത്തിയായിട്ട് ആ തുണി ഉപയോഗിച്ച് തുടയ്ക്കുക. ആ പൊടി മൊത്തം പോകുന്ന രീതിയിൽ തന്നെ തുടച്ച് മാറ്റുക. പുതിയ എയർ ഫിൽറ്റർ സെറ്റ് ചെയ്യാനുള്ളതല്ലേ, അത് മൊത്തം നമ്മൾ വൃത്തിയായിട്ട് തുടച്ച് മാറ്റണം. അങ്ങനെ അകം മൊത്തം നമ്മൾ വൃത്തിയായിട്ട് തുടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വണ്ടിയുടെ പുതിയ എയർ ഫിൽറ്റർ കാണാം. ഇതാണ് പുതിയ എയർ ഫിൽറ്റർ. ഈ എയർ ഫിൽറ്റർ ഇനി സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഈ ഒരു വളഞ്ഞിരിക്കുന്ന 2 വശങ്ങളുണ്ടല്ലോ, അത് ഉള്ളിലോട്ട് പോകുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് ഈ ഒരു വളഞ്ഞിരിക്കുന്ന ഒരു ഭാഗത്തോട്ട് കൃത്യമായിട്ട് തന്നെ എയർ ഫിൽറ്റർ ഈ ഒരു സീറ്റായിട്ടിരിക്കണം. കറക്റ്റായിട്ട് സീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. എല്ലാ വശവും
കറക്റ്റായിട്ട് സീറ്റ് ആയിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ എയർ ഫിൽറ്റർ ബോക്സിൻ്റെ കവറാണ് കയറ്റാൻ പോകുന്നത്. കവർ നമ്മൾ നേരത്തെ വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് ഈ ഒരു സാധനം കണ്ടല്ലോ, ഇത് നമ്മളിങ്ങ് ഊരി മാറ്റിയെടുക്കുക. അത് ഊരി മാറ്റിയില്ലെങ്കിൽ കവർ കയറാൻ ഇച്ചിരി പാടാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം നമ്മൾ ഊരി മാറ്റിയിരിക്കുന്നത്. അവിടെ ചെറുതായിട്ട് ഇതുപോലെ ചരിച്ചു വെച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും അകത്തോട്ട് കയറിപ്പോവും. ഊരിയെടുക്കുന്നതിൻ്റെ അത്രയും പാടില്ല അകത്തോട്ട് കയറാൻ. ആ ഒരു വിഷയം നമ്മൾ ഊരി മാറ്റിയുകൊണ്ട് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് ഊരുമ്പോഴും വേണമെങ്കിൽ നമുക്കത് ഊരി വെച്ചുകൊണ്ട് പുറത്തോട്ട് എടുക്കാം. നമ്മൾ എയർ ഫിൽറ്റർ ബോക്സ് കറക്റ്റായിട്ട് സീറ്റാക്കി വെക്കുക. അതിനുശേഷം ഓരോ സ്ക്രൂവും അതിൻ്റെ സ്ഥലത്ത് പിടിപ്പിക്കുക. ഈ ഒരു ഭാഗത്തെ സ്ക്രൂ നേരത്തെ നമ്മൾ അവിടെ തന്നെ വെച്ചേപ്പുണ്ട്, ഊരിയിട്ടില്ല. സ്ക്രൂ എല്ലാം കൈകൊണ്ട് പിടിപ്പിച്ചതിന് ശേഷം സ്ക്രൂ ഡ്രൈവറിട്ട് എല്ലാ സ്ക്രൂവും നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്ക്രൂ എല്ലാം ടൈറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് വലിച്ചു മുറുക്കരുത്. പ്ലാസ്റ്റിക് കവറാണ്, പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. ആ സ്ക്രൂ സ്ലിപ്പായാലും തിരിച്ച് ഊരിയെടുക്കാനും നമുക്ക് വലിയ പാടായിരിക്കും. ഒരു മീഡിയം പരുവത്തിലേ അത് വലിച്ചു മുറുക്കാവുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാ സ്ക്രൂവും വലിച്ചു മുറുക്കി. ഇനി അതിനുശേഷം നമ്മൾ ആദ്യം ഊരി മാറ്റിയ ആ ഒരു പാർട്ടുണ്ടല്ലോ, അത് നമ്മൾ കറക്റ്റായിട്ട് റീസെറ്റ് ചെയ്യാൻ പോവുകയാണ്. അത് കയറ്റി വെച്ച് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് തിരിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അത് കയറി വീണോളും. അപ്പം നമ്മുടെ എയർ ഫിൽറ്റർ മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓക്കെ.